പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗവേഷണ ലേഖനങ്ങളും ചിലപ്പോ ക്ലാസ് നോട്ടുകളുമൊക്കെ ഉണ്ടാകും. അതിലൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ഈ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ കണക്കിന്റെ കളിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ പേടിക്കേണ്ട, ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് കുറച്ച് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പോകുകയാണ്. ഗണിതശാസ്ത്രത്തിന്റെ തലവേദനകളൊന്നുമില്ലാതെ ഈ ആശയം എങ്ങനെ ലളിതമായി മനസ്സിലാക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, പല വിദ്യാർത്ഥികളും സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒരു പേടിസ്വപ്നം പോലെയാണ് കാണുന്നത്. അതെ. പക്ഷേ സത്യത്തിൽ ഇതൊരു ഡിറ്റക്റ്റീവ് കഥ പോലെ രസകരമാണ്. നമ്മുടെ കയ്യിൽ കുറെ തെളിവുകളുണ്ട്, അതായത് നമ്മുടെ ഡേറ്റ. ഓക്കെ. ആ തെളിവുകൾ വച്ച് നമ്മളൊരു നിഗമനത്തിലെത്തണം. ആ കുറ്റാന്വേഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ഈ ടി ടെസ്റ്റ്. ഡിറ്റക്റ്റീവ് കഥ എന്ന പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളൊരു കേസ് അന്വേഷിക്കുകയാണ്. അതെ. ഒരു ഉദാഹരണം പറയാം. ഒരു പുതിയ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരുടെ പല്ലിലെ പ്ലാക്ക് സ്കോർ ഒരു 1.2 ആണെന്ന് വെക്കുക. അതേസമയം ഒരു ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കുന്നവരുടേത് 1.5. അപ്പോൾ അവിടെ ഒരു 0.3ന്റെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ശരിക്കും ഫ്ലൂറൈഡ് പേസ്റ്റിന്റെ മിടുക്ക് കൊണ്ടാണോ അതോ നമ്മൾ അളന്ന ആൾക്കാരിൽ അവിചാരിതമായി വന്ന ഒരു മാറ്റം കൊണ്ടാണോ? ഇതാണോ നമ്മൾ അന്വേഷിക്കുന്ന കേസ്? കൃത്യമായി അതാണ് കേസ്. ആ 0.3 എന്ന വ്യത്യാസം യഥാർത്ഥത്തിൽ അർത്ഥവത്തായ ഒന്നാണോ അതോ വെറും യാദൃശ്ചികമാണോ എന്ന് ഈ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് നമുക്ക് പറഞ്ഞുതരും. ഓക്കേ. ഇതിനെ ഇൻഡിപെൻഡന്റ് എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. നമ്മുടെ രണ്ടു ഗ്രൂപ്പുകളും പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കും. അതായത് ഫ്ലൂറൈഡ് പേസ്റ്റ് ഉപയോഗിക്കുന്നയാൾ ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കുന്നവരുടെ ഗ്രൂപ്പിലുണ്ടാകില്ല. മുംബൈ ഇന്ത്യൻസ് ടീമും ചെന്നൈ സൂപ്പർ കിങ്സ് ടീമും പോലെ അവർ രണ്ട് വ്യത്യസ്ത ഇൻഡിപെൻഡന്റ് ടീമുകളാണ്. പിടികിട്ടി. അപ്പോൾ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഫോർമുലകളൊന്നുമില്ലാതെ ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇതിന്റെ പ്രവർത്തനത്തെ ഒരു സിഗ്നൽ ടു നോയ്സ് അനുപാതമായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു മിനിറ്റ്, സിഗ്നലും നോയ്സും അത് ഈ റേഡിയോയിലൊക്കെ പറയുന്ന പോലെയാണോ? അതെ, ഏകദേശം അതുപോലെ തന്നെ. ഇവിടെ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളുടെ ശരാശരികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ഉദാഹരണത്തില് ആ 0.3. എക്സാക്ട്ലി. ആ 0.3 എന്ന വ്യത്യാസമാണ് സിഗ്നൽ. വ്യത്യാസം കൂടുന്തോറും സിഗ്നൽ ശക്തമാകും. അപ്പോൾ നോയ്സ് എന്തായിരിക്കും? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നോയ്സ് എന്നാൽ ഓരോ ഗ്രൂപ്പിന്റെ ഉള്ളിലുമുള്ള വ്യതിയാനമാണ്. അതായത് ഫ്ലൂറൈഡ് ഗ്രൂപ്പിലെ എല്ലാവരുടെയും പ്ലാക്ക് സ്കോർ കൃത്യം 1.2 ആയിരിക്കില്ലല്ലോ. ഇല്ല, ശരിയാണ്. ചിലർക്ക് കുറയാം, ചിലർക്ക് കൂടാം. അതെ, ചിലർക്ക് 1.0, മറ്റ് ചിലർക്ക് 1.4, വേറെ ചിലർക്ക് 1.2 എന്നിങ്ങനെ പല അളവുകളുണ്ടാകും. ഈ ഏറ്റക്കുറച്ചിലിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിലെ ആളുകളുടെ സ്കോറുകൾ തമ്മിൽ വലിയ അന്തരമുണ്ടെങ്കിൽ അവിടെ നോയ്സ് കൂടുതലാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ സിഗ്നൽ വലുതും നോയ്സ് കുറവുമാണെങ്കിൽ നമുക്ക് ആ സിഗ്നലിനെ കൂടുതൽ വിശ്വസിക്കാം. അതെ. ഒരു ശാന്തമായ മുറിയിൽ ഒരു ചെറിയ ശബ്ദം പോലും വ്യക്തമായി കേൾക്കാൻ പറ്റുന്നതുപോലെ. പക്ഷേ ഒരുപാട് ബഹളമുള്ള ഒരിടത്ത് ഒരു വലിയ ശബ്ദം പോലും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ? വളരെ ശരിയാണ്. ആശയം പൂർണ്ണമായി കിട്ടി. ഗ്രൂപ്പുകൾക്കിടയിലുള്ള വ്യത്യാസം, അതായത് സിഗ്നൽ, ഗ്രൂപ്പുകൾക്കുള്ളിലുള്ള വ്യതിയാനത്തെക്കാൾ, അതായത് നോയ്സിനേക്കാൾ വളരെ വലുതാണോ എന്ന് ഈ ടെസ്റ്റ് പരിശോധിക്കുന്നു. സിഗ്നൽ നോയ്സിനേക്കാൾ ശക്തമാണെങ്കിൽ നമ്മൾ കണ്ടെത്തിയ വ്യത്യാസം യാദൃശ്ചികമല്ല, അത് യഥാർത്ഥമാണ് എന്ന് നമുക്കുറപ്പിക്കാം. ഈ സിഗ്നൽ നോയ്സ് ആശയം കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി. അപ്പോൾ ഒരു ഡെന്റൽ ഗവേഷണ വിദ്യാർത്ഥി തന്റെ പഠനത്തിൽ എപ്പോഴാണ് ഈ ഉപകരണം ഉപയോഗിക്കേണ്ടത്? ഇത് എനിക്ക് പറ്റിയ ടെസ്റ്റാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കാം? നല്ല ചോദ്യമാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. 1, നിങ്ങളുടെ കയ്യിൽ പരസ്പരം ബന്ധമില്ലാത്ത 2 ഗ്രൂപ്പുകൾ വേണം. ഉദാഹരണത്തിന് പുകവലിക്കുന്നവരും പുകവലിക്കാത്തവരും, അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും. ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പുകൾ. അതെ. 2, നിങ്ങൾ അളക്കുന്ന ഡേറ്റ സംഖ്യാപരവും തുടർച്ചയുള്ളതുമായിരിക്കണം. അതായത് പ്ലാക്ക് സ്കോർ, മോണയുടെ പ്രോബിംഗ് ഡെപ്ത് അല്ലെങ്കിൽ വേദനയുടെ സ്കോർ, അങ്ങനെയുള്ള എണ്ണാൻ കഴിയുന്ന ഡേറ്റ. ഓക്കെ. 3, നിങ്ങളുടെ ലക്ഷ്യം ഈ 2 ഗ്രൂപ്പുകളുടെ ശരാശരിയെ താരതമ്യം ചെയ്യുക എന്നതായിരിക്കണം. ഈ 3 നിബന്ധനകളും പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ശരി. അപ്പോ ഞാൻ SPSS പോലുള്ള ഒരു സോഫ്റ്റ്വെയറിൽ ഈ ടെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക.
എനിക്ക് കുറേ നമ്പറുകൾ കിട്ടി. അതിൽ ടി വാല്യൂ, DF, പിന്നെ എല്ലാവരും പറയുന്ന ആ പി വാല്യൂ ഒക്കെയുണ്ട്. ഇതിൽ എവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പി വാല്യൂവിലാണ്. ഈ പി വാല്യൂ? അതെ, ഇതിനെ ഒരു യാദൃച്ഛികതയുടെ അളവ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെങ്കിൽ പോലും യാദൃച്ഛികമായി നമ്മൾ കാണുന്നത് പോലെ ഒരു വ്യത്യാസം സംഭവിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഖ്യയാണത്. അതായത് പി വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ കാണുന്ന വ്യത്യാസം യാദൃച്ഛികമായി സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നാണോ? അതെ, അതുതന്നെ. സാധാരണയായി നമ്മളൊരു അതിർവരമ്പ് വയ്ക്കും. അത് 0.05 ആണ്. ആഹാ, 0.05. പി വാല്യൂ 0.05ൽ കുറവാണെങ്കിൽ നമ്മൾ കാണുന്ന വ്യത്യാസം വെറും യാദൃച്ഛികമായി സംഭവിക്കാൻ 5% താഴെ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് അർത്ഥം. അത് വളരെ കുറഞ്ഞ സാധ്യതയല്ലേ? അതെ. അതുകൊണ്ട് ആ വ്യത്യാസം യഥാർത്ഥമാണെന്ന് നമ്മൾ അനുമാനിക്കും. ഇതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഈ 0.05 എന്ന സംഖ്യയ്ക്ക് എന്താണിത്ര പ്രത്യേകത? അതൊരു മാന്ത്രിക സംഖ്യയാണോ? 0.06 ആയാൽ വ്യത്യാസമില്ല, പക്ഷേ 0.04 ആയാൽ വ്യത്യാസമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു സാങ്കല്പിക അതിർത്തി പോലെയല്ലേ തോന്നുന്നത്? വളരെ പ്രസക്തമായൊരു സംശയമാണിത്. ഈ 0.05 ഒരു മാന്ത്രിക സംഖ്യയൊന്നുമല്ല. ശാസ്ത്രലോകം പൊതുവായി അംഗീകരിച്ച ഒരു കൺവെൻഷൻ, ഒരു രീതി, അത്രയുള്ളൂ. അതിനപ്പുറം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയ ഒരു കാര്യം ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആകണമെന്നില്ല. അത് കൊള്ളാമല്ലോ. അതെന്താ സംഭവം? സ്റ്റാറ്റിസ്റ്റിക്കലും ക്ലിനിക്കലും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഉദാഹരണം പറയാം. ഒരു പുതിയ മരുന്ന് രക്തസമ്മർദ്ദം 0.1% കുറയ്ക്കുന്നു എന്ന് കരുതുക. ഓക്കെ, വളരെ ചെറിയൊരു മാറ്റം. അതെ, 1,00,000 പേരിൽ പഠനം നടത്തിയാൽ ഈ ചെറിയ വ്യത്യാസം പോലും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്, അതായത് പി 0.05 ആയി കാണിക്കാൻ കഴിഞ്ഞേക്കും. അതെങ്ങനെ? കാരണം നമ്മുടെ സിഗ്നൽ വളരെ സ്ഥിരതയുള്ളതാണ്, നോയ്സ് കുറവാണ്. പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം 0.1% രക്തസമ്മർദ്ദം കുറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. 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 അതാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഒരു കണ്ടെത്തൽ രോഗിക്ക് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നതാണ് അവിടെ പ്രധാനം. അതുകൊണ്ട് പി വാല്യൂവിനെ അന്ധമായി വിശ്വസിക്കരുത്. കിട്ടുന്ന വ്യത്യാസം യഥാർത്ഥ ലോകത്ത് അർത്ഥവത്തായതാണോ എന്നുകൂടി ചിന്തിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഉപകരണം മാത്രം, അവസാന വാക്ക് നമ്മുടെ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് തന്നെ ആയിരിക്കണം. ശരി, ഇനി ഈ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന് പകരം മറ്റു പല ടെസ്റ്റുകളുമുണ്ടല്ലോ. ഈ പെയർഡ് ടി ടെസ്റ്റ്, കൈ-സ്ക്വയർ ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവയൊന്നും ഉപയോഗിക്കാത്തത്? അതെ, ശരിയായ ജോലിക്ക് ശരിയായ ഉപകരണം തിരഞ്ഞെടുക്കുന്നത് പോലെയാണിത്. പെയർഡ് ടെസ്റ്റ് എപ്പോഴാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരേ ഗ്രൂപ്പിലെ ആളുകളെ 2 വ്യത്യസ്ത സമയങ്ങളിൽ അളക്കുമ്പോഴാണ്. ചികിത്സയ്ക്ക് മുമ്പും ശേഷവും പോലെ. അതെ, ഉദാഹരണത്തിന് ഒരു ഡെന്റൽ ചികിത്സയ്ക്ക് മുമ്പും ശേഷവുമുള്ള വേദനയുടെ സ്കോർ. ഇവിടെ ഒരേ വ്യക്തിയുടെ 2 അളവുകളാണ് താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പെയർഡ് എന്ന് പറയുന്നത്. ശരിയാണ്. നമ്മുടെ കയ്യിൽ 2 സ്വതന്ത്ര ഗ്രൂപ്പുകളാണല്ലോ. അതെ, അതുകൊണ്ട് അത് പറ്റില്ല. ഇനി കൈ-സ്ക്വയർ ടെസ്റ്റ്, അത് എണ്ണാൻ പറ്റുന്ന ഡേറ്റയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് വർഗീകരണത്തിന് വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ചികിത്സ കഴിഞ്ഞവരിൽ എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട് എന്ന് താരതമ്യം ചെയ്യാൻ. ഓക്കെ, അതും പറ്റില്ല. പിന്നെ മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാലിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നൊരു ബദലാണത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആ ബെൽ കർവ് അല്ലേ? അതെ, ആ ബെൽ കർവ് തന്നെ. അതെന്താണെന്ന് കൂടി ഒന്ന് ലളിതമായി പറയാമോ? തീർച്ചയായും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ ഡാറ്റയുടെ ഒരു സ്വാഭാവിക വിതരണമാണ്. മിക്ക ആളുകളുടെയും സ്കോറുകൾ ശരാശരിക്കടുത്തായിരിക്കും. വളരെ ഉയർന്നതും താഴ്ന്നതുമായ സ്കോറുകൾ കുറവായിരിക്കും. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം പോലെ. കൃത്യം. ഭൂരിഭാഗം പേരും ശരാശരി ഉയരക്കാരായിരിക്കും. വളരെ ഉയരം കൂടിയവരും കുറഞ്ഞവരും കുറവായിരിക്കും. ഗ്രാഫിൽ വരച്ചാൽ ഇതൊരു മണിയുടെ ആകൃതിയിൽ കാണപ്പെടും. നമ്മുടെ ഡേറ്റ ഈയൊരു രീതി പിന്തുടരുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഏറ്റവും ശക്തമായ ഫലം തരും. ഇല്ലെങ്കിൽ നമ്മൾ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. നമുക്കിത് ഡെന്റൽ രംഗത്തെ ചില യഥാർത്ഥ സാഹചര്യങ്ങളുമായി ബന്ധിച്ചു നോക്കിയാലോ? ഒരു വിദ്യാർത്ഥിക്കോ ഡോക്ടർക്കോ ഇതെങ്ങനെ പ്രയോജനപ്പെടും എന്നതിന് ചില ഉദാഹരണങ്ങൾ തരാമോ? തീർച്ചയായും. ഒന്നാമത്തെ ഉദാഹരണം ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ളതാകാം. ഒരു പുതിയ ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത് പേസ്റ്റ്
പല്ലിന്റെ പുളിപ്പ് കുറയ്ക്കാൻ സാധാരണ ടൂത്ത് പേസ്റ്റിനേക്കാൾ നല്ലതാണോ എന്ന് നിങ്ങൾക്കറിയണം. ഓക്കെ, സാധാരണ ഒരു തീസിസ് ടോപ്പിക്. അതെ, നിങ്ങൾ എന്തു ചെയ്യും? ഒരു ഗ്രൂപ്പിന് പുതിയ ടൂത്ത് പേസ്റ്റും മറ്റൊരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പിന് സാധാരണ ടൂത്ത് പേസ്റ്റും 4 ആഴ്ചത്തേക്ക് നൽകുന്നു. അതിനുശേഷം എല്ലാവരുടെയും സെൻസിറ്റിവിറ്റി സ്കോർ അളക്കുന്നു. ഇവിടെ 2 ഗ്രൂപ്പുകളിലെയും ശരാശരി സെൻസിറ്റിവിറ്റി സ്കോർ തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റായ വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ഇത് വളരെ വ്യക്തമാണ്. ഇനി ഒരു ക്ലിനിക്കിലെ ഡോക്ടറുടെ കാര്യമോ? ഒരു ക്ലിനിക്കിലെ ഡോക്ടർക്ക് ഒരു സംശയം. പ്രമേഹ രോഗികൾക്ക് പല്ലെടുത്ത ശേഷം മുറിവുണങ്ങാൻ സാധാരണക്കാരേക്കാൾ കൂടുതൽ സമയമെടുക്കുമോ? അതൊരു നല്ല ചോദ്യമാണ്. ഇത് പരിശോധിക്കാൻ ഡോക്ടർ 25 പ്രമേഹ രോഗികളുടെയും വേറെ 25 പ്രമേഹമില്ലാത്ത രോഗികളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നു. പല്ലെടുത്തതിനു ശേഷം മുറിവുണങ്ങാൻ ഓരോരുത്തർക്കും എത്ര ദിവസമെടുത്തു എന്ന് രേഖപ്പെടുത്തുന്നു. ഈ 2 ഗ്രൂപ്പുകളുടെയും ശരാശരി ദിവസങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്താൻ ഈ ടെസ്റ്റ് വളരെ അനുയോജ്യമാണ്. ശരിയാണ്. ഇനി പബ്ലിക് ഹെൽത്ത് രംഗത്തോ? ഒരു പബ്ലിക് ഹെൽത്ത് ഗവേഷകന്റെ ലക്ഷ്യം ഫ്ലൂറൈഡ് കലർത്തിയ വെള്ളം കുട്ടികളിലെ ദന്തക്ഷയം കുറയ്ക്കുന്നുണ്ടോ എന്ന് പഠിക്കലാണ്. അതിനായി അവർ 2 പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഒന്നിൽ ഫ്ലൂറൈഡ് വെള്ളം ലഭ്യമാണ്, മറ്റേതിൽ ലഭ്യമല്ല. ഓക്കെ. 2 പ്രദേശങ്ങളിലെയും കുട്ടികളുടെ ദന്തക്ഷയത്തിന്റെ എണ്ണം, അതായത് DMFT സ്കോർ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം 2 പ്രദേശങ്ങളിലെയും കുട്ടികളുടെ ശരാശരി ദന്തക്ഷയ നിരക്കിൽ കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് വഴി നമുക്ക് കണ്ടെത്താം. ഈ ഉദാഹരണങ്ങൾ കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായി തോന്നുന്നു. പക്ഷേ എനിക്ക് ഉറപ്പാണ്, വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് സാധാരണയായി കാണുന്ന അബദ്ധങ്ങൾ? അതൊരു നല്ല പോയിന്റാണ്. ഏറ്റവും സാധാരണയായി വരുന്ന ഒരു തെറ്റ് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ പെയ്ഡ് ഡേറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്, അതായത് ചികിത്സയ്ക്ക് മുമ്പും ശേഷവുമുള്ള ഡേറ്റ. ഒരേ ആളുകളുടെ ഡേറ്റ. അതെ, അതിന് പെയ്ഡ് ടി ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഡേറ്റ നോർമൽ ആണോ എന്ന് പരിശോധിക്കാതിരിക്കുന്നത് മറ്റൊരു പ്രശ്നമാണ്. മൂന്നാമതായി, സോഫ്റ്റ്വെയറിനെ അന്ധമായി വിശ്വസിക്കുന്നത്. അതെങ്ങനെ? നിങ്ങൾ തെറ്റായ ഡേറ്റ കൊടുത്താലും തെറ്റായ ടെസ്റ്റ് തിരഞ്ഞെടുത്താലും സോഫ്റ്റ്വെയർ ഒരു ഉത്തരം, ഒരു പി വാല്യൂ തരും. ശരിയാണ്. കിട്ടുന്ന ഉത്തരം നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്ന് എപ്പോഴും സ്വയം ചോദിക്കണം. അതായത് ഉപകരണം ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, അതെവിടെ, എങ്ങനെ, എന്തിനുപയോഗിക്കണം എന്ന ബോധ്യം കൂടി വേണം. ശരി, ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ സഹായമില്ലാതെ ഒരു വിദ്യാർത്ഥിക്ക് ഇതെങ്ങനെ ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാം? ഫലം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു തീസിസിലോ ലേഖനത്തിലോ എഴുതേണ്ടത്? വളരെ എളുപ്പമാണ്. സോഫ്റ്റ്വെയർ ഔട്ട്പുട്ടിൽ പ്രധാനമായും 3 കാര്യങ്ങൾ നോക്കുക. 2 ഗ്രൂപ്പുകളുടെയും ശരാശരി, അതായത് ഗ്രൂപ്പ് മീൻസ്. ഓക്കെ. പിന്നെ ടി വാല്യൂ, പിന്നെ നമ്മുടെ പി വാല്യൂ. ശരാശരികൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ക്ലിനിക്കൽ പ്രാധാന്യം തീരുമാനിക്കുന്നത്. അതിനുശേഷം ആ വ്യത്യാസം യാദൃശ്ചികമല്ല എന്നുറപ്പിക്കാൻ പി വാല്യൂ 0.05-ൽ കുറവാണോ എന്ന് നോക്കുക. എന്നിട്ടതെങ്ങനെ എഴുതും? അത് റിപ്പോർട്ട് ചെയ്യാനും ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന്, പുതിയ സീലന്റിന്റെയും ശരാശരി 7.0, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.1, സാധാരണ സീലന്റിന്റെയും ശരാശരി 6.5, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.2 നിലനിൽപ്പ് സമയം താരതമ്യം ചെയ്യാൻ ഒരു ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് ടി ടെസ്റ്റ് നടത്തി. 2 ഗ്രൂപ്പുകളും തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റായ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തി. ടി 98 2.15, പി 0.034. ഈ ഒരൊറ്റ വാക്യത്തിൽ നിങ്ങളുടെ കണ്ടെത്തലിന്റെ എല്ലാ പ്രധാന വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട്. വളരെ വ്യക്തമായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള ചർച്ച ഒന്ന് ചുരുക്കി പറയാം. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്നത് പരസ്പരം ബന്ധമില്ലാത്ത 2 ഗ്രൂപ്പുകളുടെ ശരാശരികൾ തമ്മിൽ നമ്മൾ കാണുന്ന വ്യത്യാസം യഥാർത്ഥത്തിലുള്ളതാണോ അതോ വെറും ഭാഗ്യം കൊണ്ടാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗമാണ്, അല്ലേ? അതെ, അത്രയുള്ളൂ സംഭവം. നിങ്ങളുടെ കയ്യിൽ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളും സംഖ്യാപരമായ ഡേറ്റയും ഉള്ളപ്പോൾ ഈ ഡിറ്റക്റ്റീവിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പി വാല്യൂ 0.5-ൽ കുറവാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ വ്യത്യാസം പ്രാധാന്യമർഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ എപ്പോഴും ഓർക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം പോരാ. ആ വ്യത്യാസം ഒരു രോഗിക്ക് യഥാർത്ഥത്തിൽ പ്രയോജനമുള്ളതാണോ എന്നുകൂടി ചിന്തിക്കണം. ഊഹങ്ങളെ അടിസ്ഥാനമാക്കി ചികിത്സിക്കുന്നതിൽ നിന്ന് മാറി തെളിവുകളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു.
നിങ്ങൾ സ്വന്തമായി ഒരു പഠനം നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ കാണുന്ന വ്യത്യാസം ഒരുപക്ഷെ ചെറുതായിരിക്കാം. പക്ഷെ ആ വ്യത്യാസം സ്ഥിരതയുള്ളതാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഡേറ്റയിലെ നോയ്സ് വളരെ കുറവാണെങ്കിൽ, ആ ചെറിയ സിഗ്നൽ പോലും ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ കണ്ടെത്തലായിരിക്കാം. വളരെ ശരിയാണ്. വരുന്ന സംഖ്യകൾക്കപ്പുറം ആ കണ്ടെത്തലിന്റെ യഥാർത്ഥ പ്രായോഗിക മൂല്യം എന്താണെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഈ ചിന്തയോടെ ഇന്നത്തേക്ക് വിട്.